കൊടും ചൂടിലൂടെയാണ് കേരളവും രാജ്യവും നീങ്ങുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോഡ് ഷെഡിംഗ് അതിരൂക്ഷമാണ്. രാജസ്ഥാനിൽ ലോഡ് ഷെഡിംഗ് 6 മണിക്കൂറോളമാണ്. പഞ്ചാബിൽ വൈദ്യുതി മുടങ്ങിയത് 8 മുതൽ 10 മണിക്കൂർ വരെയാണ്. 2 മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കൂടുതൽ പവർ കട്ട് ഏർപ്പെടുത്തിയത് ഉത്തർപ്രദേശാണ്. എന്നാൽ കേരളത്തിൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ പകരം വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള പീക്ക് ടൈമിൽ 30 മിനിറ്റിൽ താഴെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള നീക്കമാണ് KSEB നടത്തുന്നത്. വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിലാണ്. ലൈനുകളിലെ ഓവർലോഡ് കാരണം 222 ട്രാൻസ്ഫോർമറുകളാണ് കത്തിപ്പോയത്. അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലും വൈദ്യുതി ഉപയോഗത്തിൽ കഴിയുന്നത്ര നിയന്ത്രണം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. പീക്ക് സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് ഒഴിവാക്കണം. AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താൻ ശ്രദ്ധിക്കണം. ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം, ഇലക്ട്രിക് ഹീറ്റർ, അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗവും 6 മണി മുതൽ 12 മണി വരെയുള്ള പീക്ക് സമയത്ത് ഒഴിവാക്കാൻ KSEB ആവശ്യപ്പെടുന്നു. രാജ്യത്താകെ ഗാർഹിക സിലിണ്ടറിനും വാണിജ്യ സിലിണ്ടറിനും ഉണ്ടായ ക്ഷാമം വൈദ്യുതി പ്രതിസന്ധിയെ മൂർച്ഛിപ്പിച്ച മറ്റൊരു ഷോക്കാണ്. സിലിണ്ടറുകൾ കിട്ടാതായതോടെ ഇൻഡക്ഷൻ അടുപ്പുകളുടെ കച്ചവടം പൊടിപൊടിച്ചു. കഴിഞ്ഞ മാസം വരെ കേരളത്തിൽ ആകെ വിൽക്കപ്പെട്ടത് 12 ലക്ഷം ഇൻഡക്ഷൻ അടുപ്പുകളാണ്. എന്നാൽ കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് മാത്രം കേരളത്തിൽ വിറ്റത് അഡീഷണലായി 12 ലക്ഷം ഇൻഡക്ഷൻ യൂണിറ്റുകളാണ്. അതായത് ഒരൊറ്റ മാസം കൊണ്ട് കേരളത്തിൻ്റെ ഗ്രിഡിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് 1000 വാട്ട്സ് മുതൽ 2000 വാട്ട്സ് വരെയുള്ള 24 ലക്ഷം ഇൻഡക്ഷൻ അടുപ്പുകളാണ്. അതായത് 2400 മെഗാവാട്ട് വൈദ്യുതി ഉപയോഗം. ഇത്തരം പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെടുമ്പോഴും പവർ കട്ടിലേക്കും ലോഡ് ഷെഡിങ്ങിലേക്കും പോകാതെ കൊടും ചൂടിലും ഇരുട്ടിലാവാതെ നിൽക്കുന്നു കേരളം.